ഹേ ഗൈസ്, ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. സ്ഥലം നമ്മുടെ സ്വന്തം അട്ടക്കുളങ്ങലുള്ള രാമണ്ണൻ്റെ കട. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, രാമണ്ണൻ ആരാ ആരാ ആരാ? നമ്മുടെ സ്വന്തം രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ്, അതായത് നമ്മുടെ സ്വന്തം രാമേന്ദ്ര. അതായത് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കണം എന്തെന്ന് വെച്ചാൽ അവിടെ തന്നെ എന്തോ ഓഫറിൻ്റെ ഒക്കെ അനൗൺസ്മെൻറ്റ് ഓൾറെഡി അവിടെ നടക്കുന്നുണ്ട്. പിന്നെ രണ്ടും കൂടെ ചെയ്ത ഒരു കളാബ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്ന് അലയ്ക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നോക്കിക്കോണേ, ഇത് ആദ്യക്കുട്ടനാണ് ആദ്യക്കുട്ടൻ്റെ അപ്പനാണോ വാങ്ങിക്കണമെന്ന് ഒരു പിടിയില്ല. കാരണം രണ്ടുപേരും മാറി മാറി സെലക്ട് ചെയ്യുന്നുണ്ട്. പ്രവീണായിട്ട് ഈ സൈഡിൽ നിന്ന്, ആദ്യക്കുട്ടൻ അപ്പുറത്തെ സൈഡിൽ നിന്ന്. രണ്ടുപേരും കളിപ്പാട്ടം കണ്ട് എൻ്റെ അമ്മോ എന്തോ ഭ്രാന്ത് പിടിച്ച മാതിരിയായിരുന്നു കേട്ടോ. ആദ്യക്കുട്ടനാണെങ്കിൽ അവിടെ ഓരോന്നായിട്ട് വാങ്ങിച്ച് അതല്ല ഓരോ വാങ്ങിക്കുന്നില്ല, ഓരോന്നായിട്ട് എടുത്ത് അതിങ്ങനെ ഓട്ടിക്കാൻ പറ്റും, അങ്ങനെ ഓട്ടിക്കാൻ പറ്റുമൊക്കെ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പ്രവീണേട്ടനാണെങ്കിൽ ഇപ്പുറ സൈഡിൽ നിന്ന് വേറെ കളിപ്പാട്ടം നോക്കണം. പ്രവീണേട്ടൻ മറ്റേ എന്തോ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് ക്വാളിറ്റി ഉണ്ടോ കൊള്ളാമോ എന്നൊക്കെ പറഞ്ഞാൽ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനാണെങ്കിൽ കുറേ നേരമായിട്ട് അവിടെ പോസ്റ്റ് അടിച്ചിരിക്കുന്നു. ഈ സെക്ഷൻ പോരാ, അവനാണെങ്കിൽ ഈ സൈഡ് അവൻ എന്തോ വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഈ സൈഡിൽ നിന്ന് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പ്രവീണേട്ടനാണെങ്കിൽ വേറെ എന്തൊക്കെ സാധനം എടുത്തിട്ട് വരണുണ്ടായിരുന്നു. നോക്കിക്കേ, ആദ്യക്കൂടെ എന്താ ഓരോന്നായിട്ട് എടുത്ത് സെലക്ട് ചെയ്യണം കേട്ടോ. എന്റെ ഡാഡി കുറച്ച് റിച്ച് ആണെന്നറിയാലോ. പിന്നെ ഇവൻ ഈ സൈഡിൽ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് പാട് പെട്ടേട്ടാ. പിന്നെ കുറേ കളിപ്പാട്ടൊക്കെ പിള്ളേരൊക്കെ ആണെന്ന് തോന്നുന്നു നോക്കി നശിപ്പിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ ലൈറ്റ് ഒരു സ്ഥലത്ത് അതിൻ്റെ വീലില്ല, ചിലതിൻ്റെ ഒന്നും ഒരു സാധനങ്ങളും ഇല്ല, അങ്ങനെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തക്കൂന്ന് വിളിച്ചപ്പോൾ നോക്കുകയാണേ, ഇതെങ്ങാനും വല്ലതും നടക്കുമോ ആവോ. പ്രവീണായിട്ട് അവിടെ നിന്നെന്തോ കറങ്ങി തിരിഞ്ഞ് എന്തോ സാധനം എടുത്തോണ്ട് പറഞ്ഞുണ്ട്. അടുത്താ കണ്ട ഇത് ഇവർ രണ്ടുപേരും കൂടെ കളിച്ച് അവിടെ ഇരിക്കും. അവർക്കൊരു പ്ലേ ഗ്രൗണ്ടാണ് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ പോസ്റ്റ് ആയിട്ടാണ് അവിടെ ഗൈസ് എന്തൊക്കെയാണ് വാങ്ങിക്കാനെന്നും പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഞാൻ 10 മിനിറ്റ് കൂടുതൽ പോസ്റ്റ് ആയിരിക്കുന്നു ഗൈസ്. അയ്യോ പ്രേതം കുട്ടിച്ചാത്തൻ പാവ. രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തുനിന്ന് എന്തൊക്കെ കാര്യമായിട്ടൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വല്ല എടുക്കുമാവോ. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ നിന്ന് എന്തൊക്കെയാണ് സാധനങ്ങൾ എടുത്തത്. എല്ലാം കാര്യമായിട്ടൊക്കെ അങ്ങ് നോക്കണുണ്ട്. ആദ്യം കൂടെ അടുക്കി പറക്കിയൊക്കെ വെക്കണുണ്ട്. ആദ്യം കൂടെ നല്ല കൃത്യനിഷ്ഠയുള്ള കുട്ടിയാണ്. സാധനം എല്ലാം വലിച്ചു വാരി കളയാണ് ചെയ്യുക. പക്ഷെ ഇതെന്തോ ഇന്നെന്തോ അടുക്കി പറക്കിയൊക്കെ വെക്കുന്നു ഗൈസ്. പ്രവീണനാണെങ്കിൽ അവിടെ നിന്ന് ഓരോന്നൊക്കെ എടുത്തിട്ട് വരും. അതൊന്നും അവന് വേണ്ട. കുറച്ച് നേരമായിട്ട് ഇവിടെ പോസ്റ്റായിട്ട് നിൽക്കുന്നതല്ലേ പിടിച്ചോണ്ട് വരെ കൊച്ചിനെ പറ്റിക്കാനായിട്ട്. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മളൊരു മന്തി വാങ്ങിക്കാൻ കയറി കേട്ടോ. അവിടെ 99 രൂപ മന്തി എഴുതിക്കുന്ന ബോർഡ് കണ്ടിട്ട് നമ്മൾ പോയി വാങ്ങിച്ചു കേട്ടോ. വെറൈറ്റി ഫുഡൊക്കെ എല്ലാം ഹെൽത്തി ഫുഡാണ് കേട്ടോ. ഹെൽത്തി ഫുഡ് തന്നവർ ചിക്കൻ്റെ പീസ് തേച്ചിന്നങ്ങാൻ ചിക്കൻ്റെ പീസ് തന്നില്ലെങ്കിലാണ് മണ്ടേ ഇട്ടിട്ട് കൊടുക്കുന്നത്. ഇതെന്താണ്? മന്തി 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 മന്തിക്ക് ഒരു വികാരമില്ലാത്ത മന്തിയായി പോയത്. എക്സ്പെക്ടേഷൻ വളരെ ഞാൻ പൊട്ടിക്കാം. ആ മന്തി കാണുന്ന പോലെ തന്നെ വലിയൊരു വികാരമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരു ടേസ്റ്റ് അങ്ങനെ ഒരു ഫ്ലേവറും ഇല്ലായിരുന്നു. മന്തി 99 രൂപയ്ക്ക് അവർക്ക് ലാഭമായിരിക്കും, പക്ഷെ നമുക്ക് എന്തോ മനസ്സിന് തൃപ്തിയില്ലായിരുന്നു. അല്ലെങ്കിലും സ്വന്തം വീട്ടിൽ ചിക്കൻ ബിരിയാണി ആണെങ്കിലും ആരാൻ്റെ വീട്ടിൽ പഴങ്കഞ്ഞിക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കലാണല്ലോ നമ്മളെയൊക്കെ ജോലി. അതുകൊണ്ട് പിന്നെ ആകെപ്പാടെ കൊള്ളാന്ന് ഈ തട്ടുന്ന ഫ്രൈഡ് റൈസ് മാത്രം കൊള്ളായിരുന്നു കേട്ടോ. അതിൻ്റെ കാര്യം പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ മന്തി വൻ ഫ്ലോപ്പായിരുന്നു. 99 രൂപ മന്തി വൻ ഫ്ലോപ്പായിരുന്നു. വീട്ടിലാണെങ്കിൽ വേണ്ട കിടക്കും നല്ല അയലക്കറി കൂട്ടി നല്ല അടാറ് ഊണായിരുന്നു കേട്ടോ. അത് കളഞ്ഞിട്ടാണ് ഈ കൂതറ മന്തി വാങ്ങിച്ച് കഴിച്ചത്. പക്ഷേ എന്താ പൈസ കൊടുത്ത് വാങ്ങിച്ചില്ല, തിന്നല്ലേ പറ്റും. അങ്ങനെ വിചാരിച്ച് നമ്മളെല്ലാം കൂടെ ഫുള്ളിരുന്ന് തിന്ന് കഴിക്കും. പക്ഷേ ഈ മന്തിയെ കാണാൻ ലുക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ തിന്നാൽ പിന്നെ മന്തിയുടെ ഒരു ഫ്ലേവർ മന്തി തന്നെ വെറുത്തു. അമ്മാതിരി മന്തി ആയിരുന്നു കേട്ടോ. പിന്നെ 99 രൂപയല്ലേ, പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ നമ്മൾ പൈസ കൊടുത്തില്ലെന്ന് വെച്ച് ഇത് ഫുള്ള് നമ്മളെല്ലാവരും കൂടെ തിന്ന് തീർത്ത്. പ്രവീണേൻ്റെ മുഖത്ത് എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ മന്തിയുടെ ഫ്ലേവർ എന്താണ്, മന്തിയുടെ ടേസ്റ്റ് എന്താണെന്ന് കണ്ടറിയാം. പ്രവീണയുടെ മുഖത്ത് പോലും നോക്കള്ള. കൊള്ളാമോ ചോദിക്കുമ്പോൾ ഒരു വാക്ക് ഉപ്പില്ല കൊള്ളൂല എന്നൊക്കെയാണ് പറയണത് ഗൈസ്. അങ്ങനെ ഉള്ള മന്തി ഫാൻസ് കൂടി ഞാൻ നിർത്തി ഗൈസ്. കാരണം എനിക്ക് മന്തി ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇതോടെ എല്ലാം എനിക്ക് മതിയായി. എന്തിനു ഞാൻ മന്തി വാങ്ങിച്ചു എന്ന് വരെ ചിന്തിച്ച് ഗൈസ്. പിന്നെ ആദ്യക്കൂട്ടൻ്റെ കളികളായിരുന്നു. ആദ്യക്കൂട്ടം പോലും തിന്നില്ല ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എൻ്റെ ബേബിക്ക് സീ യു.